വർഷം 1984. 40 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഡിസംബർ 2 രാത്രി ഭോപ്പാൽ നഗരപ്രാന്തത്തിലുള്ളവർ ഉണർന്നെഴുന്നേറ്റത് മരണത്തിലേക്കാണ്. യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കീടനാശിനി കമ്പനിയുടെ ഫാക്ടറിയിൽ നിന്ന് മീഥെയിൽ ഐസോസയനേറ്റ് അടക്കം മാരകമായ വാതകം പുറത്തേക്ക് ചോർന്നു. പിന്നെ കണ്ടത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തമായിരുന്നു. 5.5 ലക്ഷത്തിലേറെ പേരെയാണ് ആ രാത്രി ദുരന്തം പിടികൂടിയത്. 10,000-ത്തിലേറെ പേർ മരിച്ചു എന്ന് പ്രാദേശിക കണക്കുകളൊക്കെ പറയുമ്പോഴും സർക്കാർ രേഖകളിൽ ഇപ്പോഴും 3,787 പേർ മാത്രമാണ് മരിച്ചവരുടേതായ കണക്കുകളുള്ളത്. ദുരന്തത്തിന്റെ പിറ്റേന്ന് തന്നെ ഉത്തരവാദി ആരാണ് എന്നുള്ള ചോദ്യമുയർന്നു. യൂണിയൻ കാർബൈഡ് കമ്പനി മേധാവിക്കെതിരെ കേസ് വരുന്നു. അതിനുശേഷം ഡിസംബർ 4 വാറൻ ആൻഡേഴ്സൺ എന്ന കമ്പനി മേധാവി അറസ്റ്റിലാവുന്നു. അയാൾക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തുന്നു. എന്നാൽ അതിനപ്പുറം ഒന്നും തന്നെ സംഭവിച്ചില്ല. സർക്കാർ ചെലവിൽ ഭോപ്പാലിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനത്തിലെത്തിച്ച ആൻഡേഴ്സൺ അമേരിക്കയിലേക്ക് മടങ്ങുന്നതാണ് പിന്നീട് കണ്ടത്. പിന്നീട് ആൻഡേഴ്സനെ തിരിച്ചെത്തിച്ച് വിചാരണ ചെയ്യാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടു. 10 വർഷം മുൻപ്, അതായത് 2016 വാറൻ ആൻഡേഴ്സൺ മരിക്കുന്നതുവരെ അമേരിക്കയിൽ അദ്ദേഹം സുരക്ഷിതനായി കഴിയുകയായിരുന്നു. ആൻഡേഴ്സനെ തിരിച്ചെത്തിക്കുന്നതിൽ പരാജയപ്പെട്ടതോടെ അയാളെ വിട്ടയച്ചതിന്റെ പേരിൽ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്കെതിരെ ഉയർന്ന പ്രതിഷേധം ശക്തമായി. രാജീവ് ഗാന്ധി പ്രതിക്കൂട്ടിലാകുന്ന കാഴ്ചയായിരുന്നു അന്ന് കണ്ടത്. ദുരന്തശേഷം ശവപ്പറമ്പായി മാറിയ പ്രദേശം ഇന്നും പ്രേതബാധയേറ്റ മണ്ണായി അവശേഷിക്കുന്നുണ്ട്. നിരവധി പേരാണ് ദുരന്തത്തിന് പിന്നാലെ അവിടെ നിന്നും പലായനം ചെയ്തത്. തലമുറകൾക്കിപ്പുറവും ആരോഗ്യ പ്രശ്നങ്ങളും തുടരുന്നുണ്ട്. അതായത് 4 പതിറ്റാണ്ടിനിപ്പുറവും ദുരിതം തുടരുകയാണ്.